ഹായ് ഹലോ 12th മാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. ദിസ് കമ്മിങ് സൺഡേ 22-ാം തീയതി നമ്മൾ ഈസ്റ്റ് ബംഗാളിനെതിരെ നമ്മുടെ ഹോം സ്റ്റേഡിയത്തിൽ വെച്ച് നമ്മൾ നേരിടാൻ പോവുകയാണ്. സോ അതിൻ്റെ ഒരു പ്രീ മാച്ച് ടോക്കും പിന്നെ അതേപോലെ തന്നെ ഒരു പോസിബിൾ ലൈനപ്പുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോണത്. സോ നമ്മൾ ഈസ്റ്റ് ബംഗാളിൻ്റെ എതിരെ നേരിടുക പറയുമ്പോൾ നമ്മൾ ഈസ്റ്റ് ബംഗാൾ ഒരു തോൽവിക്ക് ശേഷമാണ് വരുന്നത്. ഫസ്റ്റ് മാച്ച് ബാംഗ്ലൂർ എഫ് സിക്ക് എതിരായിരുന്നു. ആൻഡ് അതിൽ റെഫറി ക്രിസ്റ്റൽ ജോൻ ആയതുകൊണ്ടാണോ അറിയില്ല, കാർഡ്സുകൾ വാരി എറിഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു മാച്ചിൽ. ആൻഡ് ഓഫ് കോഴ്സ് അറിയാമല്ലോ, നമ്മുടെ ബാംഗ്ലൂർ ഈ പ്രാവശ്യം അത്യാവശ്യം നല്ല ടീം തന്നെയാണ്, നല്ല ടീം സ്ട്രെങ്ത് ഉള്ള ടീം തന്നെയാണ്. സോ അവർ സ്കോർ ചെയ്ത് വന്നു. പിന്നെ അതേപോലെ തന്നെ റെഫറിങ് വാസ് ഒന്നുകൂടി അനുകൂലമായി ആ ഒരു മാച്ച് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ബാംഗ്ലൂർക്കെതിരെയാണോ. പിന്നെ ക്രിസ്റ്റൽ ജോണാണ് നമ്മുടെ ബ്ലാസ്റ്റേഴ്സിന് നന്നായിട്ട് അറിയണ ആൾക്കാരായതുകൊണ്ട്, അത് ആളായതുകൊണ്ട് വി വിൽ ബി ഗെറ്റിംഗ് എ തോട്ട് ലൈക്ക് ദാറ്റ്. സോ എന്തായാലും നമുക്ക് അറിയേണ്ട കാര്യമല്ല. സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് അവർ കമ്മിങ് മാച്ച്. അപ്പോൾ ഈ ഒരു മാച്ചിനെ കുറിച്ച് പറയുമ്പോൾ അവരൊരു പ്ലെയറിന് റെഡ് കാർഡ് കിട്ടിയോണ്ട് ആ ഒരു മെയിൻ സ്ക്വാഡിൽ വന്ന ആ ഒരു പ്ലെയർ ഉണ്ടാവില്ല. അവർ ഫസ്റ്റ് മാച്ച് കഴിഞ്ഞുകൊണ്ട് തന്നെ ഒരു 3 to 4 കാർഡ്സിൻ്റെ സസ്പെൻഷൻ വരാനും ചാൻസ് ഇല്ല. സോ മേ ബി അവർ മെയിൻ സ്ക്വാഡിലെ എല്ലാ പ്ലേയേഴ്സും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ടീമിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ടീമിലെ ഒരു മെയിൻ അതായത് മെയിൻ തിങ് വരാൻ പോണത് ലൂണ ഈസ് കമ്മിങ്. ആൻഡ് ലൂണ വരില്ല എന്നുള്ള ഒരു അപ്ഡേറ്റ് വന്നില്ല. സോ ലൂണ വിൽ ബി പ്രോബ്ലി ദെയർ ഇൻ ദ മാച്ച്. സോ അതൊരു നമുക്ക് വലിയൊരു ഇമ്പാക്റ്റ് തന്നെ ആയിരിക്കും. അതേപോലെ തന്നെ കോച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മാച്ചിലുണ്ടായ പിഴവുകൾ എന്തായാലും മാറ്റുന്നതായിരിക്കും. സോ ബാക്കി ഈ കാര്യങ്ങൾ നമുക്ക് എന്തായാലും പോസിബിൾ ലൈനപ്പ് പറയുമ്പോൾ പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി പോസിബിൾ ലൈനപ്പ് നോക്കാം. സോ പോസിബിൾ ലൈനപ്പിലേക്ക് നമുക്ക് നോക്കുമ്പോൾ ഗോൾ കീപ്പിംഗ് എന്തായാലും സച്ചിൻ സുരേഷ് ആയിരിക്കും. പിന്നെ ലെഫ്റ്റ് ബാക്കിൽ സഹീഫോ അല്ലെങ്കിൽ നവോച്ച്. ഇപ്പം ഞാൻ തൽക്കാലത്തേക്ക് ഞാൻ സഹീഫിനെ ഇടുകയാണ്. ആൻഡ് ഇൻ ദ റൈറ്റ് ബാക്ക് നമുക്കറിയണ പോലെ ഐബൻ വരും. ആൻഡ് ഇൻ ദ സെൻട്രൽ പൊസിഷൻ പ്രീതം കോട്ടാൽ ആൻഡ് മിലോസ് റിൻസിച്ച്. ഞാൻ കോയിഫിനെ ഇടണം വിചാരിച്ചാണ്. പിന്നെ ആ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ മിലോസ് എങ്ങനെയായാലും ഒരു ഹാഫ് ടൈം കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ ടയേർഡ് ആവുന്ന സിറ്റുവേഷനിൽ കോയിഫിനെ ഇറക്കി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ ഫ്രഷ് ലക്ക് ആൻഡ് നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യാൻ പറ്റും കോയിഫിനെ. പിന്നെ മിഡിലേക്ക് വരുമ്പോൾ നമ്മുടെ ലൂണ, ഫ്രെഡി ആൻഡ് വിപിൻ. കഴിഞ്ഞ മാച്ചിൽ വിപിനെ അതായത് സബ്സ്റ്റിറ്റ്യൂഷൻ കയറ്റിയിട്ട് വിപിൻ വാസ് ടോപ്പ് നോച്ച്, നല്ല രീതിയിൽ തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു. വിപിൻ വന്നതിന് ശേഷമാണ് ആ മുന്നേറ്റ നിരയ്ക്ക് ആ ഒരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇൻ ദ ഫ്രണ്ട് ഫോർവേഡിൽ കളിക്കാൻ നമ്മുടെ നോവ സദോയ്, ക്വാമി പെപ്ര ആൻഡ് രാഹുൽ കെപ്പി. ഇവർ മൂന്നാളും ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ. ഇവരാണ് ഉണ്ടാവാൻ കൂടുതലും ചാൻസ്. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ മാച്ച് ഓൺ 22 സൺഡേ. എന്തായാലും നമ്മൾ ജയിക്കണം. നമ്മൾ തിരിച്ചു വരും തന്നെയാണ് നമ്മുടെ കോച്ച് പറഞ്ഞിരിക്കുന്നത്. സോ കോച്ചിനെ വിശ്വസിക്കുക, ടീമിനെ വിശ്വസിക്കുക. ടീമിൽ പെർഫോം ബെസ്റ്റ് ഓൺ 22 സൺഡേ. കലൂരിൽ വെച്ചിട്ടാണ് മാച്ച്. ഫാൻസിൻ്റെ മുമ്പിലാവും മാച്ച് നടക്കുന്നുണ്ടാവുക. എന്തായാലും നമ്മൾ ഫാൻസ് എന്തായാലും കൂടെ ഉണ്ടാവും. അതിന് ഫ്രഷ് സ്ക്വാഡാണല്ലോ. അതേപോലെ ഫോർവേഡിൽ നമ്മുടെ ജീസസ് വരണ ആ ഒരു ടൈം ആവണമല്ലോ ഒന്ന് സിങ്ക് ആവാൻ. സോ വി ഹാവ് ടു ഗീവ് ടൈം. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഡു ഫിൽ ദ കമൻറ്റ് ബോക്സ് വിത്ത് യുവർ സജഷൻസ്. ഇതുപോലെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അതിനുവേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മൾ ആദ്യം തന്നെ അപ്ഡേറ്റ്സ് ഷെയർ ചെയ്യുക. വീഡിയോ ഇടുന്നതിൻ്റെ മുമ്പ് ആദ്യം തന്നെ അപ്ഡേറ്റ്സ് ഷെയർ ചെയ്യണത് കമ്മ്യൂണിറ്റി ടാബ് വഴിയായിരിക്കും. സോ സബ്സ്ക്രൈബ് ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. ഫോർ നൗ, താങ്ക്സ് ഫോർ വാച്ചിങ്.